സമ്മാനാർത്ഥിയായ രാഹുൽജി, ബഹുമാന്യ നേതാക്കളെ, സത്യത്തിൽ ഏറ്റവും വികാര നിർഭരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ പോരാട്ട ഭൂമിയിൽ എല്ലാവരാലും പരിഹസിക്കപ്പെട്ട് എല്ലാവരാലും ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമം നടത്തപ്പെട്ട് ഒരൊറ്റയാനായി സധൈര്യം മുന്നോട്ട് പോയ ഒരു നേതാവിന്റെ പിന്നിൽ ഇന്ത്യൻ ജനത അണിനിരന്ന അപൂർവമായിട്ടുള്ള നിമിഷമാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദി, നിങ്ങൾ ഈ മനുഷ്യന്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കി 64 മണിക്കൂർ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഒരു കേസുമില്ലാത്ത കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ അയച്ച് ചോദ്യം ചെയ്തു. രാജ്യത്തുടനീളം 20ഓളം കേസുകളിൽ പ്രതിയാക്കി 1 മാസം ഒരു കോടതി എന്ന കണക്കിൽ രാജ്യമെങ്ങും നടത്തിപ്പിച്ചു. വിദ്വേഷത്തിന്റെ പകയുടെ വിത്തുകൾ എല്ലായിടത്തും പാകി ഒരേ ശബ്ദം. ഈ രാഹുൽ ഗാന്ധി, നിങ്ങൾ പറഞ്ഞ് ആക്ഷേപിച്ച വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ആക്ഷേപത്തിന്റെ എല്ലാം നിങ്ങൾ അണിനിരത്തി. പക്ഷെ നിങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷത്തിരിക്കാൻ പോലും നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എനിക്ക് സത്യത്തിൽ വയനാട്ടിലെ ജനതയോട് ഏറ്റവും അകൈതവുമായ നന്ദിയുണ്ട്. ലോക്സഭാംഗത്വം റദ്ദാക്കിയപ്പോഴും ED ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴും എല്ലാം ഒരു മനസ്സോടെ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞവരാണ് വയനാട്ടിലെ ജനത എന്നുള്ളത് അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു ശബ്ദം, വയനാട്ടിൽ നിന്ന് നമ്മൾ കേട്ട ശബ്ദം നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമേഠി, റായ്ബറേലി, വയനാട്, ഇത് 3ഉം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും പറഞ്ഞു അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിലേക്ക് ഓടുന്നു. മോഡി പരിഹസിച്ചു. വയനാടും തോൽക്കുമെന്നുള്ളത് കൊണ്ടാണ് റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നത്, വയനാട് തോക്കുന്നുള്ളത് കൊണ്ടാണെന്ന് മോഡി പ്രസംഗിച്ചു. പക്ഷേ നിങ്ങൾ മനസ്സിൽ പറഞ്ഞു, അമേഠിയിൽ നിർത്തിയ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ PA ആണെന്ന് പോലും പറഞ്ഞു. പക്ഷെ അവസാനം നരേന്ദ്രമോദിക്ക് വാരണസിയിൽ കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അമേഠി കൂടി തിരിച്ചു പിടിച്ച കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസങ്ങളും ഈ നിൽക്കുന്ന നമ്മുടെ നേതാവിൽ സുരക്ഷിതമാണ് എന്നുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. എല്ലാം തീർന്നു എന്ന് അവകാശപ്പെട്ട് നമ്മൾ ആരും മുന്നോട്ട് പോകുന്നില്ല. ഇനിയുള്ള പോരാട്ട മുഖങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ, സന്ധിയില്ലാതെ ഓരോ ഇഞ്ചും മുന്നോട്ട് പോകാൻ, പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രിയങ്കനായ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഉജ്ജ്വലമായ നേതൃത്വം നമുക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വയനാടിനെ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് അകൈതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. നമ്മളേറെ പ്രതീക്ഷയോട് കാത്തിരിക്കും.